വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും നമ്മളെ ചെറിയ പെരുന്നാൾ ആശംസകൾ. അപ്പോ നമ്മളിന്ന് രാവിലെ തന്നെ അമ്പലത്തിലേക്ക് ഒന്ന് പോയി വന്നിട്ടിരിക്കുകയാണ് കേട്ടോ. അമ്മ പോന്നിട്ടില്ല, ഞാനും അപ്പൂസും ഏട്ടനും കൂടി പോയി വന്ന്. ഏട്ടനാണെങ്കിൽ ഭയങ്കര പനിയാണ്, 2 ദിവസമായി തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്നും മാറുന്നൊക്കെ വിചാരിച്ചിരുന്നു, പെരുന്നാളൊക്കെ അടിച്ചു പൊളിക്കാന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ പനിക്കുന്നുണ്ട്, ശരീരം വേദന ഉണ്ട്, എല്ലാം കൂടിയാണ്. തൊണ്ട വേദന ഉണ്ട്, പിന്നെ ജലദോഷം ഉണ്ട്. അങ്ങനെ ഒന്നും വരലില്ല. ഇപ്പം എന്താണാവോ, അങ്ങനെ സാധാരണ ഞങ്ങൾക്ക് 2 ആൾക്കാരും ജലദോഷം പനി ഒന്നും വരലില്ല കേട്ടോ. ഇത് ഞങ്ങൾ അന്നാ ഡ്രസ്സ് എടുക്കാൻ പോയ കാരണം പൊടി മാറിയിട്ടാന്ന് തോന്നുന്നുണ്ട്, തുമ്മലിളകി, പിന്നെ അങ്ങനെ അലർജി പ്രശ്നമായിട്ട് മാറി. അപ്പോൾ അമ്പലത്തിൽ പോയി വന്ന ഉടനെ തന്നെ ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി. നമ്മളെ അടുത്ത് തന്നെ ഉണ്ട് പൂളക്കൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഡോക്ടർ ഉണ്ടാവും. ഞങ്ങൾ സ്ഥിരമായിട്ട് വണ്ടൂർ ഡോക്ടറെ കാണിക്കൽ, അവിടെ ലുക്കുമാൻ ഡോക്ടർ പറയും. അപ്പോൾ ആൾ പെരുന്നാളാവുകൊണ്ട് ലീവല്ലേ. അപ്പോൾ ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ വാങ്ങി കഴിച്ചു. അപ്പോൾ നമുക്ക് പെരുന്നാളിന് കുറേ വീട്ടിലേക്ക് ക്ഷണമുണ്ട്, 3-4 വീട്ടിലേക്ക് ഉണ്ട്. എല്ലാവരും തിരക്കാവും, എല്ലാവരും തിരക്കില്ല പെരുന്നാളിൻ്റെ. അപ്പോൾ 4 വീട്ടിലേക്ക് നമുക്ക് പോവാനുണ്ട്. അപ്പൊ അന്തം വിടൂലേ. അപ്പൊ ഇന്ന് ചുരുക്കം പറഞ്ഞാൽ നമുക്ക് തീയൊന്നും പിടിപ്പിക്കേണ്ടാത്ത ദിവസമാണ്. രാവിലെ തന്നെ ചോറ് ഞങ്ങൾ അമ്പലത്തിൽ വന്ന് കയറിയപ്പോ തന്നെ നമ്മളെ തൊട്ട മുന്നത്തെ നമ്മളെ അയലോക്കത്തെ താത്തട്ടോ, ഓണർ താത്തല്ല, മറ്റേ വേറെ വീട്ടിൽ കേട്ടോ. അപ്പൊ കോഴി ബിരിയാണി കൊണ്ട് തന്നിട്ട് അപ്പൂസ് അത് പകുതി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൂസ് കൊണ്ടുവന്നപ്പോ തന്നെ അമ്മ ഇവിടെ ചായയും കടിയൊക്കെ ആക്കി വെച്ചിരുന്നു. പക്ഷെ അതെനിക്കൊന്നും തിരിഞ്ഞിട്ടില്ല. വേഗം കോഴി ബിരിയാണിയൊക്കെ ഇങ്ങനെ തട്ടിയിരിക്കണം അപ്പൂസ് ഇട്ടോ. അപ്പൊ നല്ല 10 മണി കഴിഞ്ഞു. അപ്പൊ ഈ മരുന്ന് കുടിച്ച് ഏകദേശം അസുഖം ഒന്ന് ഇങ്ങനെ നോർമൽ ആക്കിയിട്ട് വേണം പോവാന്, അല്ലെങ്കിൽ തിന്നാൻ കഴിയില്ല. അപ്പൊ നമുക്ക് പോവുക. ഞാൻ പറയാ താത്ത കൊണ്ടുവന്ന കോഴി ബിരിയാണി നമുക്കിത് തുടങ്ങാന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ബിരിയാണി അടിപൊളിയാട്ടോ, സൂപ്പർ. അപ്പൊ ഇനി വേറെ സ്ഥലത്ത് തിന്നാൻ കഴിയില്ല, ഇനിയും കൊറേ ഉണ്ട് കേട്ടോ സാധനം. വലിയ പ്ലേറ്റ്. അപ്പൊ ഞാൻ അടുത്ത വീട്ടിൽ പോവാ, നമുക്ക് പോവാ. വാ, നമ്മളിനി അടുത്തത് നാസറാക്കാന്റെ വീട്ടിക്ക്. നാസറാക്ക നമ്മളെ ചൂറ്റി കൊണ്ടുപോകട്ടോ. ഓല കാണിച്ചുമ്പോത്തിന് കോഴി ബിരിയാണി, ചിക്കൻ ബിരിയാണി. അപ്പൊ പ്ലേറ്റ് നീക്കാം. അപ്പിക്ക് വേണ്ട കുറച്ച് പൊരിച്ച ചിക്കൻ. അപ്പൊ ഇവിടെ ഉള്ളവരൊക്കെ ചോറുണ്ട് കേട്ടോ, ഞങ്ങളെ കാത്തുന്നിട്ടില്ല. മതി. അപ്പൊ നമ്മള് നാസറാക്കാന്റെ വീട്ടിലത്തെ പെരുന്നാൾ കഴിഞ്ഞു. ഇനി അടുത്തുള്ള പുഷതാത്താന്റെ വീട്ടിലേക്ക് പോവാണ്. ഒരു അരമണിക്കൂർ ഗ്യാപ്പില്. അപ്പൂസ് പോരില്ല. അപ്പൂസിന് ഇപ്പൊ തന്നെ വയറ് നിറഞ്ഞു, എല്ലാവർക്കും നിറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മളോട് ചെല്ലാൻ പറഞ്ഞിട്ട് പോവാതെക്കാൻ പറ്റൂല. അപ്പൊ അത് വിചാരിച്ചിട്ട് പോകുന്നു. അമ്മയുണ്ട്. അപ്പൊ ഒരു സ്ഥലത്തെ കഴിഞ്ഞ സ്ഥലത്തേക്ക് പോവാ. പെരുന്നാള് അയൽവക്കത്തെ കഴിഞ്ഞ് ഇനി ഞങ്ങളെ ആദ്യത്തെ പഴയ വീടിന്റെ അയൽവക്കത്ത് വളർക്കണ്ട. നിങ്ങളിപ്പ തന്നെ വരുതേ. അപ്പൊ ഞാൻ വേഗം പെരുന്നാളായിട്ട് നമ്മളെ വീട്ടിലേക്ക് എല്ലാരും വരുന്നത് എന്താ കഥ? മലപ്പുറം വടക്കിന് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുതന്നാണ്. ഒരു വിരുന്ന് പോവുകയാണ്. അപ്പൊ നമുക്കുള്ളത് തന്നു. അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ കഴിക്കാം അല്ലേ. ടൂറിലല്ല, ഓലെ വീട് കൊറേ മൂത്തമ്മയും
അപ്പൂസ് ഉള്ളി കേക്ക് അപ്പൂസ് ഉള്ളി കേക്ക് അപ്പൂസ് അപ്പൂസ് എടുത്തേക്ക് അങ്ങനെ എന്റെ സെലക്ഷനാ ഇപ്പൊ ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോലെ ചേച്ചി അടുത്ത സ്ഥലത്ത്. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് മലപ്പുറം വടക്കിന്റെ അടുത്തൊന്ന് കയറി അവിടുന്ന് ഭക്ഷണമൊക്കെ ആദ്യം അവിടെ കൊണ്ടുവച്ച് വന്നു. ഇനിയിപ്പോ നമ്മള് പോണത് ഈ വീട്ടിൽ കേട്ടോ, ഈ വെള്ള വീടുണ്ടല്ലേ, വെള്ള പെയിന്റ് അടിച്ച വലിയ വീട്, നമ്മളെ വീട് ഇത്. നമ്മളെ വീട് കാണിച്ച് അപ്പൊ നമ്മളെ വീട് ഈ കിടത്താൻ കിടക്കുകയാണ് കേട്ടോ. ഒന്നും ആയിട്ടില്ല. നമ്മള് അവിടെ പോട്ടെ നടന്നോളി, ഭയങ്കര വെയില. അപ്പൂസ് പോകുന്നില്ല കേട്ടോ. നമ്മളൊന്ന് കുറച്ച് റെസ്റ്റ് എടുത്തൂലേ. അപ്പൊ ആ പോയ വീട് കാണിക്കാൻ പറ്റിയില്ല, കാരണം കൊറേ ജനങ്ങളുടെ വലിയ പരിപാടിയാണ്. ഒരുപാട് നമ്മളെ നാട്ടുകാർ മൊത്തം കൊണ്ട പരിപാടി. അപ്പൊ നമുക്ക് എടുക്കാൻ സ്ഥലമല്ല, ഒരുപാട് തിരക്കായി. അവിടെ ബിരിയാണി ഉണ്ടായിരുന്നു, ചിക്കന്റെ മന്തി ഉണ്ടായിരുന്നു, ബീഫൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ മന്തിയാ കഴിച്ചത്. മന്തി കണ്ടാ പിന്നെ വേറെ ഒന്നും എനിക്ക് തിരിയൂല. അപ്പൊ ഞാൻ അടുത്ത എന്റെ ഫ്രണ്ട് ഉണ്ട് റഫീക്ക്, അങ്ങോട്ട് പോകട്ടെ ഞങ്ങള്. പടക്കം പൊട്ടിക്കട്ടോ. അപ്പൂസിന് അങ്ങനെ രണ്ടും കൂടി പടക്കം വാങ്ങിട്ട് പൊട്ടിക്കണം. പിന്നെ അപ്പൂസ് കാബേരി ബിരിയാണി ഒന്നുമില്ല. അപ്പൊ കാബേരി ബിരിയാണി വില കണ്ടിട്ടുണ്ടാവില്ല ചിലപ്പോ. മലപ്പുറം വടക്കിന് നമുക്ക് കാബേരി ബിരിയാണിയാ തന്നത് കേട്ടോ. അപ്പൊ അത് കാബേരി കാണിച്ചു കൊടുത്താ ചില ആൾക്കാർ കാബേരി അറിയണ്ടാവില്ല. ഇതാട്ടോ ഇങ്ങനെ നമ്മളെ ഇങ്ങനത്തെ അരി കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ചിക്കനൊക്കെ ഇങ്ങനെ ഇതാ ഈ വെള്ള കളറിൽ ഇങ്ങനെ നല്ല ടേസ്റ്റ് ആണ്. മയോണൈസ് ഒക്കെ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഞങ്ങൾക്ക് കഴിച്ചില്ല, അപ്പൂസിന് കൊടുത്തു. പിന്നെ അമ്മ അങ്ങനെ പെട്ടെന്ന് തൊട്ടടുത്ത വീട്ടിലേക്ക് പോയി. അമ്മ പണിക്ക് പോണ വീടുണ്ട് അവിടെ, പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ വരും. അപ്പൂസേ ഇപ്പൊ റഫീന്റെ വീട്ടിക്കോ വാവാസിന്റെ വീട്ടിക്ക് അല്ല ഞങ്ങള് പോയിരട്ടെ പെട്ടെന്ന്. നീ വരുമോ? പടക്കപ്പളല്ല രാത്രി. അപ്പൊ ഒരു മയക്കം ഉറക്കം വരിക. അപ്പൊ ഏട്ടൻ പറഞ്ഞ വേഗം പോയിട്ട് വരാം, വന്നിട്ട് കിടക്ക പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് പോയിട്ട് വരാം. പോകാം. ഭക്ഷണം കഴിച്ചു. ഞാൻ കഴിച്ചില്ല. ബിരിയാണി ആയിരുന്നു, ചിക്കൻ ബിരിയാണി, പിന്നെ ബീഫ് നല്ല ഉണ്ടായിരുന്നു. പക്ഷെ കഴിക്കാൻ സ്ഥലമല്ല. വെള്ളം കുടിച്ചു വന്നപ്പോ പിന്നെയും വെള്ളം കുടിച്ചു. അപ്പൊ ചോറുണ്ടില്ല. അപ്പൊ ക്ഷീണാണ്, ഉറങ്ങാൻ പോയിട്ടുണ്ട് കുറച്ചു നേരം. സമയം 2:30 ആയിട്ടോ. പിന്നെ അപ്പൂസ് ഒറ്റയ്ക്ക് അവിടെ, അമ്മല്ല. അപ്പൊ പോവുകയാണ്. പിന്നെ ഇവിടെ വിരുന്നരൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ പോവാ അല്ലേ, നിങ്ങൾ പറഞ്ഞ. അപ്പൊ നമ്മളെ ഉച്ചക്കത്തെ പെരുന്നാളും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മളെ വീടിന്റെ അടുത്തേക്ക് പോന്നാട്ടോ. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് സന്തോഷേട്ടൻ കടയിലൊന്ന് പോയി, കടയിൽ പോയിട്ട് വരിക. അപ്പൂസ് നമുക്ക് പെരുന്നാൾ ആഘോഷിക്കാം പടക്കം പൊട്ടിച്ചിട്ട്. അപ്പൊ പടക്കം കൊണ്ട് പോകുന്നതാണ്. അപ്പൊ പടക്കം കാട്ടിക്കൊടുത്താ ഓലപ്പടക്കാട്ടോ കൊണ്ടുവന്നത്. പൊന്തിച്ച് കാണിച്ചു കൊടുക്കും, കാണിച്ചു കൊടുക്കും കേട്ടോ. ഓലയാണ്. പിന്നെ ഓല ഇല്ലാത്ത പടക്കം ഉണ്ടല്ലോ, നീളമുള്ള ചുമന്നത് അതുണ്ട്. പിന്നെ ഗുണ്ടുണ്ട്, പച്ച ഉണ്ട. പൊട്ടിയാ മതി അല്ലേ? അവരെ പൂതിക്ക് പൊട്ടിച്ചില്ലേ? അപ്പൊ ആഗ്രഹം മാറിയല്ലേ? ഇനിയുണ്ടോ? എത്രണ്ണത്? ഇഞ്ചി പൊട്ടിച്ചേ. ആ ബാക്കിലോട്ട് പൊട്ടിച്ചേട്ടോ, ബാക്കിലോട്ട് പൊട്ടിച്ചേട്ടോ. താറാനല്ല, ബാക്കില് അങ്ങോട്ടല്ല, ബാക്ക്. ആ ബാക്കിട്ടെ കേട്ടോ. ഇനി പൊട്ടൂല, പേടിക്കണ്ട.
ഇനി പൊട്ടൂല പേടിക്കണ്ട. ഇനി പൊട്ടൂല പേടിക്കണ്ട. മരുന്ന് കഴിഞ്ഞോ? ഭയങ്കര ക്ഷീണല്ലേ ഭക്ഷണം കഴിച്ചിട്ട്? ഭക്ഷണം കഴിച്ചിട്ട് ക്ഷീണോ? എത്ര സ്ഥലത്തേക്ക് പോയി? 5 സ്ഥലത്തേക്കോ? 1 2 3 4 സ്ഥലത്തേക്ക് അല്ലേ? 5 സ്ഥലത്തേക്ക്. 1 2 ഇനി 2 സ്ഥലത്തേക്ക് പോയിട്ടില്ല. അപ്പൊ ഇന്ന് നമുക്കേ പോയിട്ടുണ്ടോ? എവിടെ താറാമെന്ന് ഒട്ടിക്കണ്ട? അപ്പൊ അമ്മമ്മ പറഞ്ഞിട്ട് തറയുമ്പോ പൊട്ടിക്കണ്ടെന്ന്. ചേച്ചേ അപ്പൊ നമുക്ക് രാത്രി ഇത് കറി ഇതാക്കിയല്ലോ. ഇവിടെ നമ്മളെ തറയമല് ചീര മുളച്ചിട്ടുണ്ട്. അപ്പൊ അറിയുന്നുണ്ട്. എനിക്ക് ഇങ്ങോട്ട് ഇടരുത് അങ്ങനത്തെ. എന്താണ് ഇവന് ഒപ്പനയ്ക്കും കിട്ടൂലോ. ഒപ്പനക്ക് കൊടുക്കടാ. ഞാൻ പാടും. ഞാൻ പാടിനൊപ്പം കളിക്കോ? അപ്പൊ അച്ഛനും അമ്മേനും കൊല്ലല്ലേ? അപ്പൊ നമുക്ക് തീർക്കല്ലേ ചീര ഉറക്കിയ തറയുമെന്ന്. ഇന്ന് ചീര വേണ്ട, കാരണം നമ്മളെ കാബേരി ബിരിയാണി അവിടെ നമ്മളെ വെയിറ്റിങ്ങിലാണ്. അതിന് പോകോ ടൈമെന്ന്. അത് കഴിഞ്ഞ വർഷത്തെ പടക്കാണത്. കഴിഞ്ഞ വർഷത്തെയാണ്. ഏത് പടക്കം? കഴിഞ്ഞ വർഷത്തെ അളിയൻ തന്നതാണ്. കുഞ്ഞോനെ പടക്കം പൊട്ടിക്കുമ്പോ വിളിക്കുക. പേടിച്ചിട്ടോ? എല്ലാവർക്കും ഒരു കുട്ടിയുള്ളൂ. പക്ഷെ ഇതല്ല, ഇത് കഴിഞ്ഞ വർഷത്തെ പടക്കം കൊണ്ട് വല്ല പൊട്ടണല്ല. അളിയൻ തന്നാണ്. ഞാൻ ചെവി ഒത്തിയോട്ടേക്ക് കേട്ടില്ല. ചീര ഉറക്കേണ്ടെന്ന് അതന്നെ ഞാൻ പറഞ്ഞത്. ഇന്ന് ബിരിയാണിന്റെ അപ്പൊ നമുക്ക് ചീര എന്തിനാ? അപ്പൊ നമ്മളെ തറയിലൊക്കെ ആകെ പുല്ല് മുളച്ചു, ചീര വന്നു. അത് നനവുണ്ടായിട്ടാണ്. സാരല്ല, നിങ്ങള് വിഷയാക്കണ്ട. പിന്നെ നമുക്ക് കല്ലൊന്നും വന്നിട്ടില്ല, റെഡി ആയിട്ടില്ല. 3 ലോഡ് കല്ലടിച്ചിരിക്കാൻ ഇരിക്കുകയാണ്. 3 ലോഡും കൂടി കല്ല് വേണം ലിൻഡലിന്. ആക്കം പോലെ ഘട്ടമായിട്ട് വരട്ടെ. ഇനിയിപ്പോ എന്തായാലും വിഷുവേ അയ്യപ്പൂസേ ആ തറയിലൊക്കെ നിറച്ചിട്ടുണ്ട് കേട്ടോ പുല്ല്. അത് പറിച്ചിടണ പുല്ല്. തെങ്ങ് നനച്ചെന്ന്. തെങ്ങ് ആ ഇതെന്താ അപ്പൂസ് കാട്ടിയേ? അങ്ങനെ പാടില്ല. കുറച്ചാ പറഞ്ഞ കേട്ടോ. എന്താ കഴിഞ്ഞു പിടി വത്തക്ക കൊണ്ടു തന്നിട്ട് ഇപ്പൊ വത്തക്ക കിട്ടാൻ പുതിയ. അപ്പൊ ആൾക്ക് പനിയെന്നു കേട്ടോ. ബിരിയാണി ഒക്കെ തിന്നപ്പോ കുറച്ച് കുറവുണ്ട് തോന്നുന്നു. ചെറിയ പനിയുണ്ട്. ഉപ്പുണ്ടോ പനി? കുറച്ച്. പിന്നെ അമ്മ വന്നിട്ടില്ല കേട്ടോ. അമ്മ അതിൽ പോയിട്ട് അമ്മ അങ്ങനെ സ്ഥിരം ആദ്യം പണിക്ക് പോയെന്ന വീട്ടിക്ക് പോയതാണ്. അപ്പൊ അമ്മേനെ വിളിച്ച് നിങ്ങൾ വരുന്നുണ്ടോന്ന്. അപ്പൊ കുറച്ച് സമയം പിടിക്കും വിചാരിച്ചു. പിന്നെ വ്ളോഗ് പെരുന്നാളോടെ എല്ലാരും വിരുന്ന് പോക്കാരും എല്ലാരും എല്ലാം കൂടി ആകുമ്പോ നമ്മളെ വ്ളോഗൊന്നും കാണാൻ അല്പം സമയം ഉണ്ടാവില്ലായിരിക്കും. അപ്പൊ ഞങ്ങൾ ഇടണ്ടാന്ന്. പിന്നെ ആലോചിച്ചു നമ്മള് പെരുന്നാളിന് പോയതും നമ്മള് കഴിച്ച കാര്യങ്ങളും. പിന്നെ നമുക്ക് കൂടുതൽ നമ്മൾ പോയ സ്ഥലത്ത് നമുക്ക് കാണിക്കാൻ പറ്റില്ല, കാരണം കൊറേ വിരുന്നുകാരുണ്ട്. പോവാണെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമുള്ള അടിപൊളി. പിന്നെ കൊറേ വിരുന്നുകാരും. അപ്പൊ ഓരെടുക്കണതിന് കുഴപ്പമില്ല, പക്ഷെ വിരുന്നുകാരൊക്കെ നമ്മൾ എടുക്കുമ്പോ എടുത്തില്ല. പക്ഷെ എല്ലാരും നമ്മൾ അറിയുന്ന ആൾക്കാരാണ്, നമ്മളെ ചാനൽ കാണുന്ന ആൾക്കാരാണ്. ഭയങ്കര സന്തോഷമുണ്ട്. ഇന്നത്തെ ചെറിയ വിശേഷം. ഞാൻ കൂടെ കൊറേ പണിയുണ്ട്. കൊറേ പണിയുണ്ട്. പിന്നെ അവിടെ ഉണ്ട്, വീട്ടിലും പണിയുണ്ട്. ഞാൻ ഇപ്പൊ കണ്ടോ, ഞാൻ അകം നനഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ അലക്കണ സമയത്ത് അത് അവിടുന്ന് ഓടി വരികയാണ്. അപ്പൂസിന് എന്തായാലും പടക്കം പൊട്ടിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ആയിക്കോട്ടെ, പെരുന്നാളും അല്ലേ, നമുക്കിവിടെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പൂസ് ഉച്ചയ്ക്കേ തുടങ്ങിയിട്ട് ഓരോന്ന് എടുത്തുകൊണ്ടൊന്ന് പൊട്ടിക്കുന്നു കേട്ടോ. അപ്പൊ അങ്ങനെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളെ പെരുന്നാൾ ആശംസകൾ. ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണിന്ന്. കാരണം നമുക്ക് പോക്കും വരവും നമ്മളെ ഫ്രണ്ട്സുകളൊപ്പം ഉള്ള ഒരു ഒത്തുകൂടൽ എല്ലാം കൂടി ആകുമ്പോ നമുക്ക് മനസ്സിലാവും. അതാണ്. അപ്പോൾ എന്താ പറയാ, നമുക്ക് ഇനി നാളെ ഇനി വേറെ വിശേഷമായിട്ട് വരാട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.